അല്ല, നമ്മളൊരു കാര്യം ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന, അത് കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്ന രാഷ്ട്രീയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇതിനെ കൃത്യമായി ഇതിൻ്റെ ലാസ്റ്റ് ലാപ്പിൽ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇതിനെ കൃത്യമായി കൊണ്ടുപോയി മതരാഷ്ട്രീയത്തിൽ കൃത്യമായി കൊണ്ടുപോയി കെട്ടുകയാണ്. അതിനകത്തൊരു വടി കുത്തുന്നു. ആ വർഗീയ വടിയിൽ കൊണ്ടുപോയി അത് വെൽഫെയർ പാർട്ടീനെ കിട്ടിയാലും SDP കിട്ടിയാലും അത് PDP കിട്ടിയാലും ജമാഅത്തയുടെ സപ്പോർട്ട് കിട്ടിയാലും അതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കൊണ്ട് കിട്ടിയാലും ഈ ജാതി മതവർഗ ഇടതുപക്ഷവും വലതുപക്ഷവും കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നാടകം തന്നെയാണത്. അവിടെ നിലമ്പൂരിനകത്ത് സംഭവിക്കുന്ന പ്രയാസങ്ങളോ വികസനങ്ങളോ അല്ലെങ്കിൽ വികസനം നടക്കാത്ത കാര്യങ്ങളോ ഒന്നും ഇവർക്ക് വിഷയമല്ല. അവിടുത്തെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ആ നാട്ടിലുണ്ടായ പ്രയാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അവിടെ 9 വർഷക്കാലം ഉണ്ടായ MLA കാണിച്ചിട്ട് ചെയ്യാതിരുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അതിനു മുൻപ് 35 വർഷം ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന സമയത്ത് നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനൊന്നും ഇവർ താല്പര്യപ്പെടുന്നില്ല. കാരണം ആ താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇവരിലേക്ക് തന്നെ വിഷയങ്ങൾ ഉണ്ടാകുമെന്നറിയാം. അൻവറിനെ കുറ്റം പറയാൻ കോൺഗ്രസിന് സാധിക്കുമോ? സാധിക്കില്ലല്ലോ. കാരണം അൻവർ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് പറയുന്ന കാര്യങ്ങൾ ഇവർ തന്നെ അഡ്രസ് ചെയ്തു. അൻവറിനെ സ്വീകരിക്കാൻ തയ്യാറായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇവർക്ക് അസോസിയേറ്റ് ആകാൻ തീരുമാനിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അൻവർ ചെയ്തിട്ടില്ല എന്ന് ഇവർ പറയാൻ ഇവർക്ക് സാധ്യമാകില്ല. അൻവറിനെ ഉൾക്കൊള്ളാൻ ഇവർ ആദ്യം തയ്യാറായിരുന്നു, പിന്നീടാണല്ലോ ഇവർ മാറ്റിവെച്ചത്. അപ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ആളുകൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളും ഇപ്പോഴത്തെ ആൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ജനങ്ങളോട് പറയാൻ ഇവർക്ക് രണ്ടുപേർക്കും സാധിക്കാതെ വരുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ള വോട്ട് എങ്ങനെ കൊണ്ടുവരണം, മതം എന്ന് പറയപ്പെടുന്നതിനെ കൊണ്ടുവന്ന് അതിന് ഒരു കുറ്റിയിൽ ഇവരെയൊക്കെ കെട്ടിയിട്ട് പകുതി ഒരു ടീം കൊടുത്തു, പകുതി മറ്റൊരു ടീം കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും ഞങ്ങളൊക്കെ വർഗീയതക്കെതിരാണ്, ഞങ്ങളൊക്കെ മതരാഷ്ട്രീയത്തിനെതിരാണ് എന്ന് പറയപ്പെടുന്നതിൽ എന്ത് അർത്ഥമാണ്? ഏതാണ്ട് 8500 വോട്ടുകളാണ്. പക്ഷെ പാലക്കാട് ഈ പറയുന്ന ഇത്തരം തിരിവുകളിൽ BJPയും കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായി അറിയാം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ദേശീയ തലത്തിൽ വലിയ ചർച്ചയായ ഒരു വിഷയമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി RSSന്റെ ഇസ്ലാമിക് വേർഷനാണ് എന്ന് അദ്ദേഹം പറയുകയും അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി തള്ളിപ്പറയുന്ന നിലവിൽ തന്നെയാണ് എല്ലാ കാലത്തും CPM സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, CPM ഞാൻ ചോദിച്ചോട്ടെ, CPIM-ഉം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരും ഓരോ സമയത്തും മാറ്റി പറയുന്നത്, ഗോവിന്ദൻ മാറ്റി തന്നെ എന്താണ് പറഞ്ഞത്? ആ കാലം ഞങ്ങൾ നിലപാടുകൾ മാറ്റും, അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. പ്രായോഗികമായ രാഷ്ട്രീയത്തിന് ആവശ്യമായ മാറ്റം, പ്രായോഗികമായ രാഷ്ട്രീയത്തിന് ആവശ്യമായ മാറ്റം എന്ന് ഇവർ പറയുന്നത് എന്താണ്? അതാത് സമയത്ത് ഇവർക്ക് ആവശ്യമുള്ള വോട്ട് തരുന്ന സംവിധാനം ഏതാണോ അത് മതാടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ട് അവരെ സ്വീകരിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. ജമാഅത്തെയും ഇവർ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ഉൾക്കൊള്ളും ചെയ്യും. PDPയെ തള്ളിപ്പറയുകയും ചെയ്യും, ഉൾക്കൊള്ളുകയും ചെയ്യും. വെൽഫെയറിനെ തള്ളിപ്പറയുകയും ചെയ്യും, ഉൾക്കൊള്ളുകയും ചെയ്യും. SDPയെ തള്ളിപ്പറയുകയും ചെയ്യും, അത് ഉൾക്കൊള്ളുകയും ചെയ്യും. ഇത് തന്നെയാണ് ഇപ്പുറത്ത് കോൺഗ്രസും ചെയ്തിരുന്നത്. ഇവർ PDPയെ ഉൾക്കൊള്ളുന്ന സമയത്ത് PDPയെ മറ്റവർ കുറ്റം പറയും. ഇവർ വെൽഫെയറിനെ ഉൾക്കൊള്ളുന്ന സമയത്ത് അവർ വെൽഫെയറിനെ കുറ്റം പറയും. SDPയെ ഇവർ കുറ്റം പറയും. അപ്പൊ എവിടെയാണ് ഇത്? ജനങ്ങളെ വിഡ്ഢികളാക്കുകയും ജനങ്ങളെ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും കൈകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്. വർഗീയ പ്രീണനം നടത്തിക്കൊണ്ട് ഇരുവിഭാഗക്കാരും അവരുടേതായിട്ടുള്ള പോക്കറ്റിലേക്ക് എങ്ങനെയൊക്കെ വോട്ടുകൾ ഉണ്ടാക്കാൻ ഏതെല്ലാം വഴി സ്വീകരിക്കാൻ പറ്റുമോ, അതിനിപ്പോൾ മതരാഷ്ട്രീയം പറയുന്നവരായിക്കോട്ടെ, ഈ ഭരണഘടന വേണ്ട മതം മതി നാട്ടിലെന്ന് വിശ്വസിക്കുന്നവരായിക്കോട്ടെ, മതരാഷ്ട്രം സംഘടിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നവർക്ക് ആയിക്കോട്ടെ, ആരെയാണെങ്കിലും ഇവർ ഒക്കത്തിരുത്തും, അവരെ പാലൂട്ടി വളർത്തും, അവരെ ഉമ്മ വെക്കും. കുറെ കഴിയുമ്പോൾ ഇതേ ഒക്കത്തുനിന്ന് എടുത്ത് മറ്റേ ഒക്കത്തേക്ക് കൊടുക്കും. അപ്പൊ അത് വലതുപക്ഷക്കാരൻ മേടിച്ച് അവന്റെ ഒക്കത്ത് വെക്കും, അവൻ അതിനെ പാലൂട്ടി വളർത്തും. എന്നിട്ട് വളരെ ഭംഗിയായി അതിനെ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയപ്പെടുന്ന രീതിയിലേക്ക് വർഗീയതക്കെതിരെയുള്ള വലിയ മതേതരത്വ ചേരിയായി ഇവർ പ്രഖ്യാപിക്കുകയും ചെയ്യും. വാക്കുകളിലല്ലോ വേണ്ടത്, പ്രവർത്തികളിലല്ലോ വേണ്ടത്. കൃത്യമായിട്ട് കൊണ്ട് മതരാഷ്ട്രവാദം ഉണ്ടാക്കിക്കൊണ്ട് മതത്തെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വിഭാഗങ്ങളുടെ വോട്ട് വേണമെന്നും പറയാനുള്ള നട്ടല് ഈ രണ്ട് വാക്കുകളും കാണിക്കണ്ടേ? പരസ്പരം കുറ്റപ്പെടുത്തുകയല്ലോ ചെയ്യേണ്ടത്. മതത്തെ ഉപയോഗിച്ചുകൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം ഇവർ രണ്ടുപേരും മനസ്സിലാക്കിക്കോട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.